പ്രശസ്ത നർത്തകിയും നൃത്താധ്യാപികയുമായ ശ്രീമതി ശാരദ തമ്പിയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. പുതിയ വീഡിയോ ആൽബം പുറത്തിറങ്ങാൻ പോവുകയാണ്. എന്തായി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തീർന്നോ? എപ്പോഴത്തേക്ക് നമുക്കത് പ്രതീക്ഷിക്കാം? വീഡിയോ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. എഡിറ്റിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ന്യൂ ഇയർ, അതായത് 2019 അത് ലോഞ്ച് ചെയ്യുന്നത് മിക്കവാറും ജാനുവരി തന്നെ അത് റിലീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ആൽബത്തിലൂടെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അത് ഒരു ഡാൻസ് വീഡിയോ ആണ്. ഡാൻസ് വീഡിയോ ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്വാതി തിരുനാൾ കൃതിയാണ് എടുത്തിരിക്കുന്നത്. നീലാംബരി രാഗത്തിലുള്ള കാന്തനോട് ചെന്നുമെല്ലെ എന്നുള്ള പാട്ടാണ് എടുത്തത്. അപ്പം അത് പാടിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊപ്പം എന്നോടൊപ്പം അത് ചെയ്യുന്ന ലക്ഷ്മി രംഗനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പ്രിയ രവീന്ദ്രനാഥ് ആണ് വീഡിയോ ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പശ്ചാത്തലം എന്ന് പറയുകയാണെങ്കിൽ, അതായത് സ്വാതി തിരുനാൾ അദ്ദേഹം സഞ്ചരിച്ച വഴികൾ, അതായത് അതിൻ്റെ നമ്മളെ ലൊക്കേഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് കുതിരമാളികയിൽ നിന്നാണ്. അപ്പോൾ അവിടുന്ന് പത്മനാഭപുരം പാലസ്, ഒരു തിരുവനന്തപുരത്തിൽ കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഓർമ്മകൾ നിൽക്കുന്ന ആ ഒരു വഴിയിൽ കൂടിയാണത് കൂടുതലും കൃതി പോയിരിക്കുന്നത്. അതായത് ലൊക്കേഷൻസ് കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്തത് 3-4 ലൊക്കേഷൻസ് ഉണ്ട്. മറ്റേ ആഴിമല, അങ്ങനെ ട്രിവാൻഡ്രം തന്നെയാണ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ശരിക്കും ഞാനിത് എടുക്കാൻ ആയിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അതായത് സ്വാതി തിരുനാളിൻ്റെ കുറച്ച് റെയർ കോമ്പോസിഷൻസ് എടുത്തിട്ട് ഒരു ഡാൻസ് ഫ്യൂഷൻ ചെയ്തിരുന്നു. അതായത് ഞങ്ങളുടെ ഇവിടുത്തെ കലാംഗനിലെ സ്റ്റുഡൻസ് ചെയ്തിട്ട് അധികം സാധാരണ നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ കൃതികൾ, അതിൻ്റെ ഒരു സെലക്ഷൻ തുടങ്ങിയ സമയത്താണ് ഇതിങ്ങനെ ഈ ഒരു പദം ഒന്ന് എടുത്താലോ എന്ന് തോന്നി. അപ്പം ഞാനങ്ങനെ പ്രിയ ചേച്ചിയോട് ഇതിനെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു. പ്രിയ ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. അപ്പം ചേച്ചി സാധാരണ ഇങ്ങനത്തെ കൂടുതലും ഡോക്യുമെൻ്ററീസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം എനിക്ക് ഈ ഡാൻസ് ആയിട്ട് ബന്ധം ചെയ്താൽ ശരിയാവുമോ ഇല്ല നമുക്കൊന്നും. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആദ്യം ഞാൻ, ലക്ഷ്മി, പ്രിയ ചേച്ചി, പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്തൊക്കെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള, അങ്ങനെ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലേഡീസ് തന്നെയാണ്. എൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡും ഒക്കെ കൂടുതൽ വരുന്നത് ഒരു നമ്മളതിന് പേര് പ്രൊഡക്ഷൻ ഫ്രണ്ട്ഷിപ്പ് ഫാക്ടറി എന്നാണ് ഇട്ടേ. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു സീരിയസ്നെസ് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ഗൗരവമായിട്ട് ഇതിനെ കാണാൻ തുടങ്ങിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അതിൻ്റെ പോസ്റ്റർ ആയിക്കഴിഞ്ഞു, പോസ്റ്റർ റിലീസായി. ഇനി എന്താ പറയുക, നമ്മളെല്ലാവരും ഇതിന് വെയിറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് പുറത്തുനിന്നുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണം നന്നാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. കലാംഗനയുടെ വിശേഷങ്ങളിലേക്ക് വന്നാൽ, എത്ര കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്? ഏതൊക്കെ വിഷയങ്ങളിൽ ഡാൻസിനൊപ്പം തന്നെ മറ്റേതൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്? ഇവിടെ ഏകദേശം ഒരു 200-250 അത്രയും കുട്ടികളുണ്ട്. നൃത്തം മാത്രമല്ല, പാട്ടുണ്ട്, സംഗീതമുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്, വീണയും കീബോർഡും, അത് രണ്ടും ഉണ്ട്. പിന്നെ ഡ്രോയിങ് ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ അത്രയാണുള്ളത് ഇവിടെ. സാധാരണ കുട്ടികൾ ഈ ക്യാപ്സുലായിട്ട് ഓരോന്ന് പഠിച്ചിട്ട് മത്സരങ്ങൾക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് മിക്ക കുട്ടികളും കാണുന്നത്. ഇവിടെ എത്തുന്ന കുട്ടികളിൽ ഇങ്ങനെ ടാലൻ്റായിട്ട് ഇത് നൃത്തം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടോ? അപ്പം നമ്മൾ കോമ്പറ്റീഷന് പോകുന്ന കുട്ടികൾ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കോമ്പറ്റീഷന് പോകുന്ന കുട്ടികൾക്ക് നമുക്കതിനനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കും. കാരണം കോമ്പറ്റീഷന് പോകുന്ന കുട്ടികൾ ഒരു പരിധി വരെ ഒരു കഴിവുള്ള കുട്ടികളായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിനോടൊപ്പം ഇത് തുടർന്ന് അതിനോടുള്ളൊരു താല്പര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നൃത്തത്തിൽ തന്നെ നിൽക്കാൻ, അല്ലെങ്കിൽ സംഗീതത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ആഴം എത്രയാണ്
എത്രമാത്രം അവർ അതിനു വേണ്ടി പ്രയത്നിക്കണം, അല്ലെങ്കിൽ എത്ര എഫേർട്ട് എടുക്കണം. ഇത് നമ്മളൊരു 10 മിനിറ്റ് പഠിച്ച് കളിക്കുന്ന അത് നമുക്ക് വേണം. കാരണം ഞാനും ഒക്കെ ഇതുപോലെ യുവജനോത്സവ വേദികളിൽ നിന്ന് വന്നവരാണ്. അപ്പം അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാനും കുട്ടികളെക്കാളേറെ മാതാപിതാക്കൾക്ക് അവർക്കാണ് അത് കൂടുതൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പരീക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അത്തരം നൃത്തത്തിലും പലരും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഈ പറഞ്ഞ പോലെ കവിതകളെ എടുത്തിട്ടും ഒക്കെ ഓരോ രീതിയിൽ പരീക്ഷണങ്ങൾ. അത്തരം പരീക്ഷണങ്ങളോടുള്ള ശാരദ എന്ന നർത്തകിയുടെ ഒരു നിലപാട് എന്താണ്? അല്ല, അത് തീർച്ചയായും വേണം. ഞാൻ പറഞ്ഞല്ലോ, കാരണം നമ്മുടെ ഇത് നൃത്തം കാണുന്ന അല്ലെ ആസ്വാദകർ എല്ലാ തരത്തിലുള്ളവരുണ്ട്. ഇപ്പം മുതിർന്നവരുണ്ട്, ഇപ്പം ട്രഡീഷണലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതായത് നമ്മുടെ ട്രഡീഷണലായി പഠിച്ചു വരുന്ന ഇനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാതെ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ചിലപ്പോൾ വന്നിരിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് പലർക്കും അറിയത്തില്ല. അപ്പം കുറേ നമ്മൾ സിറ്റുവേഷൻസാണ്. അപ്പം നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യണം, നമ്മൾ ആ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അതുമായിട്ട് ഒരു കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതുപോലെ ഇപ്പം ഒരു യൂത്തിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അപ്പം അവർക്ക് കൂടി അത് മനസ്സിലാകുന്ന തരത്തിൽ ഉള്ള നമുക്ക് എടുക്കുന്ന പാട്ടുകൾ അങ്ങനെ എടുക്കാം. ഇപ്പം പിന്നെ ട്രഡീഷണലി നമ്മൾ ഇൻസ്ട്രുമെൻസൊക്കെ തന്നെ അതിനോടൊപ്പം കുറച്ച് മ്യൂസിക്കൽ ഫ്യൂഷനോ ഒക്കെ വരുത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തും. 6-ാം വയസ്സിൽ ചിലങ്ക കെട്ടിയതാണ്. അതിനുശേഷം ഇത്രയും വർഷം ഈ നൃത്തത്തെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? 6 വയസ്സിലാണ് തുടങ്ങിയത്. എൻ്റെ ഗുരു മൈഥിലി ടീച്ചറാണ്. അപ്പം സാധാരണ ഇത് കുട്ടികളെ കൊണ്ടുവിടുന്ന പോലെ എൻ്റെ അമ്മയും അച്ഛനും ആദ്യം നൃത്തം പഠിക്കാൻ ടീച്ചറിൻ്റെ അടുത്താണ് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൽ നിന്ന് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു വരദാനം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് ഒരു താല്പര്യം ശരിക്കും ഉണ്ടാകുന്നത്. പിന്നെ തീർച്ചയായും യുവജനോത്സവങ്ങൾ നമ്മളെ ഇപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നത് ഒരു പക്ഷേ യുവജനോത്സവങ്ങളിൽ വന്ന അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാക്കപ്പ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയും എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടുണ്ട്. കാരണം ഇപ്പം ഈ ഗ്രേഡിങ്ങും ഇതൊക്കെ ആയി. ഇപ്പം ഇപ്പം നമ്മൾ സംസ്ഥാന തലത്തിൽ നമ്മളൊരു സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിയതാണ്. കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പം 95-ൽ സമ്മാനം വാങ്ങിച്ച ആൾ എന്നുള്ള ഒരു റെക്കഗ്നിഷൻ ഇപ്പോഴും ഉണ്ട്. അതെനിക്കൊന്ന് ഇപ്പോഴത്തെ കുട്ടികളെ ചിലപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു സുഖം, കിട്ടിയിരുന്ന ആ ഒരു ഫീൽ ഇപ്പം ചിലപ്പോൾ ഉണ്ടാവില്ല. അത് പറഞ്ഞപ്പോഴാണ് ആ കാലഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നയാളാണ് മഞ്ജു വാര്യർ. സിനിമയിൽ വളരെ അന്ന് തന്നെ സജീവമായിരുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് നൃത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തതാണ് അത്തരമുള്ള? കാരണം സാധാരണ ഈ യൂത്ത് ഫെസ്റ്റിവലുകളിൽ സജീവമായവരുടെ അടുത്ത ലക്ഷ്യം സിനിമയാണ്. നൃത്തത്തെ കൂടെ കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപരി മിക്കവരും സിനിമ സ്വപ്നം കാണുന്നവരാണ്. അതെന്താണ്, അത്തരം സ്വപ്നങ്ങൾ ഇല്ലാതിരുന്നതാണോ? അങ്ങനെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നൃത്തത്തിൽ നിന്ന് മാറാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 6 വയസ്സ് മുതൽ ഈ നിമിഷം വരെ അതിൽ നിന്ന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പം കല്യാണം കഴിഞ്ഞായാലും അതിൽ നിന്ന് എനിക്ക് മാറേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അപ്പോൾ ഇത്ര 6 വയസ്സ് മുതൽ ഈ പ്രായം വരെയും അതിൽ തന്നെ നിൽക്കണം എന്നേ തോന്നിയിട്ടുള്ളൂ. അതിനോടുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ഒരു പാഷനും കൂടിയിട്ടേ ഉള്ളൂ. ഈ നൃത്ത ജീവിതത്തിൽ മാതൃകയായിട്ട് കണ്ടിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? കാരണം നമുക്കറിയാം പത്മ സുബ്രഹ്മണ്യം, അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മളുടെ മുന്നിൽ ഉണ്ട്. അത്തരത്തിൽ മാതൃകയായിട്ട് കാണുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് കാണാൻ അങ്ങനെ ഒരു മാളവിക സരൂക്കായി ആയിരുന്നു. അതിനുശേഷം ഇപ്പം രമാ വൈദ്യനാഥനെയൊക്കെ കുറച്ചുകൂടി ചെന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, ഇവരെല്ലാം തന്നെ ഇൻസ്പയറിംഗ് ആണ്. പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ. കാരണം അവരുടെ എല്ലാം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു കൊറിയോഗ്രഫി ഇതിലും ഒക്കെ പുതിയ അലർമേൽ വള്ളി, ഇവരുടെ എല്ലാം തന്നെ അവരുടെ പെർഫോമൻസ് എപ്പോഴും നമ്മളെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. അത് കാണുമ്പോഴാണ് നമുക്കത് കൂടുതൽ ചെയ്യാനും
നൃത്തം ചെയ്യാനും അല്ലെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാനും ഒക്കെ അവരൊക്കെ നമ്മൾ കൂടുതൽ സ്വാധീനിക്കുന്നത്. കലാങ്കന കൂടുതൽ സജീവമാക്കാൻ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? കാരണം ഇപ്പോൾ തിരുവനന്തപുരത്താണ് കലാങ്കനയുള്ളത്, അതിനെ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുക അല്ലെങ്കിൽ കലാങ്കനയിൽ തന്നെ കൂടുതൽ വിഷയങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമിടുന്നുണ്ടോ? കലാങ്കന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സംഗീതം, നൃത്തം, ഇതിപ്പം ഇടയ്ക്ക് ഞങ്ങളൊരു കഥക്കിൻ്റെ വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. അതായത് ഞങ്ങളുടെ ഈ ഒരു ക്ലാസിക്കൽ ഇത് മാത്രം എന്നുള്ള ഒരു ചിന്തയില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഥക്ക് ഞങ്ങളൊരു പരീക്ഷണാർത്ഥമാണ് ആദ്യം ഇത് വർക്ക്ഷോപ്പ് ചെയ്തത്. അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഹിന്ദുസ്ഥാനിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം കലാങ്കൻ കുറച്ച് വലുതാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നൃത്തത്തിനൊപ്പം തന്നെ സംഗീതവും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. സംഗീതത്തിലാണ് PhD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, പഠിച്ചത്, സംഗീതം കൂടുതൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ നൃത്തത്തിൻ്റെ ഭാഗമായി തന്നെ ഒപ്പം തന്നെ സംഗീതവും കൂടെ കൂട്ടിയതാണോ? അപ്പോൾ എൻ്റെ പേരൻസ് ആയാലും അമ്മയച്ഛനായാലും അല്ല നീ ഇത് പഠിക്കേണ്ട, നൃത്തം വേണ്ട, അല്ലെ വേറൊരു സയൻസോ അല്ലെ അതുപോലെ എന്തെങ്കിലും പഠിക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഇതിന് സഹായമായിട്ടാണ് സംഗീതം പഠിച്ചു തുടങ്ങിയത്. PG PhD ഒക്കെ പിന്നെ അതിൽ സംഗീതത്തിൽ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ്. അത് നൃത്തത്തിന് എപ്പോഴും ഒരു സപ്പോർട്ടായിരിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നൃത്തത്തിൻ്റെ ചുവടുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ട് അടുത്ത ഇതിലേക്ക് പോവാം. എന്നത്തവം ചെയ്ത നീ, എന്നത്തവം ചെയ്ത നീ യശോദ, എന്നത്തവം ചെയ്ത നീ യശോദ, എന്നത്തവം ചെയ്ത നീ യശോദ, എന്നതവം ചെയ്ത നീ യശോദ, എങ്കും നിறை പരബ്രഹ്മം അമ്മാ என்றழைக்க എന്നതവം ചെയ്ത നീ. നമുക്ക് നൃത്തത്തിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ കാണണം. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. അടുത്ത വർഷം ഒരു നല്ല പ്രൊജക്റ്റുകൾ പ്രേക്ഷകർക്ക്, അതായത് ആസ്വാദകർക്ക് കിട്ടട്ടെ. ഒപ്പം തന്നെ ശാരദ എന്ന നർത്തകിക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു.